കൊറേ ദിവസായി ഉവൈസ് പറയുന്നു കാണണം കാണണം പിന്നെ ഒന്നും നോക്കിയില്ല. ഓന്റെ സന്തോഷല്ലേ അങ്ങടെ ഇറങ്ങി. സ്ഥലത്തി നോക്കിയപ്പോ ഇവിടെയാണെങ്കിൽ ഫുള്ള് കളർഫുൾ. ഇന്ന് എന്തെങ്കിലും പരിപാടി ഉണ്ടാവോ എന്നിങ്ങനെ ആലോചിച്ച്. അഫ്സൽ സാറിനാണെങ്കിൽ നാട്ടിൽ പോകുന്ന കുറെ പർച്ചേസ് ഉണ്ട്. അപ്പൊ എല്ലാം കൂടി ഒരുമിച്ചാവുമല്ലോ എന്നിങ്ങനെ വിചാരിച്ചു. റഹീം കാക്ക് പിന്നെ കണ്ണാടി കച്ചവടമായത് കൊണ്ട് കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ മുടിയിൽ കൈയിടാതെ റഹീംക്ക പോകൂല. അതിന്റെ ഇടയിലാണ് ഓർമ്മ വന്നത് നിസ്കാരം ബാക്കിയായല്ലോ എന്ന്. നിസ്കരിച്ചില്ലെങ്കിൽ ഒരു മനസമാധാനവും ഇല്ല. അങ്ങനെ നിസ്കാരവും കഴിഞ്ഞിട്ട് ഉവൈസിനെ ചോദിക്കാൻ തുടങ്ങി. ഇവിടെ എല്ലാവരോടും ചോദിക്കുന്നു. ഇവനെ കാണുമ്പോൾ ഒരു മലയാളിയുടെ ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞു മലയാളത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഹിന്ദിയാണെന്ന് പറഞ്ഞപ്പോൾ റഹീംഖാന്റെ കയ്യിൽ നിന്ന് പോയി. റഹീംഖാക്ക് അറിയാവുന്നതാണെങ്കിൽ അറബിയും. ഫൈനലായിട്ട് ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞ വീഡിയോ കാണിച്ചു കൊടുത്തപ്പോ ഓനെ ആളെ കത്തി. എന്തായാലും വന്ന സ്ഥിതിക്ക് ഓനെ കാണാതെ പോകുന്നത് ശരിയല്ലോ. അങ്ങനെ പേരിനൊരു പെട്ടി നോക്കി തിരിഞ്ഞപ്പോഴാണ് കാണുന്നത്. കല്യാണം ആയതുകൊണ്ട് അഫ്സൽ സാർ ബീവിക്കുള്ള മാക്സി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 18 ദിർഹംസും കൂടി കണ്ടപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല. 4-5 എടുത്തിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി. ഓനെ കണ്ടപ്പോ തന്നെ ഓൻ വർക്ക് പ്രഷറിൽ ഭയങ്കര കലിപ്പിലാണ്. അടുത്ത് നിൽക്കുന്നവൻ കാണിച്ചു കൊടുത്തപ്പോ കണ്ടത് ഓന്ത് കളർ മാറുന്ന പോലെയാണ് മുഖം മാറിയത്. പിന്നെ കുറെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഓൻ പറയുന്നത് ടിക്ടോക്ക് വീണ്ടും തിരിച്ചു വന്നതുകൊണ്ട് ഉവൈസിന്റെ വരവ് ഇനി 1.5 വരവായിരിക്കും. അങ്ങനെ പ്രമോഷൻ കിട്ടിയതിന്റെ പാർട്ടിയും ചോദിച്ചിട്ട് ബാക്കിയുള്ള നിസ്കാരത്തിന് കയറിയപ്പോഴാണ് കാണുന്നത്. മാമൂമാണെങ്കിൽ ആദ്യം നിസ്കാരം കഴിഞ്ഞ് ഇമാമാണെങ്കിൽ നിസ്കരിച്ചുകൊണ്ടേയിരിക്കുക. പിന്നെ പണ്ടപ്പോയോ ബാക്കിയായ നിസ്കാരങ്ങളൊക്കെ നിസ്കരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടാണെങ്കിൽ വണ്ടിയിൽ കയറി ഇരുന്ന് കുറച്ച് സംസാരിച്ച് കയറിയ റൂം അഫ്സൽ സാർ നാട്ടിൽ പോകുന്നുണ്ട്. ഇനി കുറച്ച് ദിവസമായി കാണുമെന്ന് അറിയില്ല. അങ്ങനെ അവന്മാരുടെ ഒരു ബായും പറഞ്ഞ് നേരെ റൂമിലേക്ക്. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.